അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ ധ്യാനിച്ചത്. അപ്പോസ്തലനായ പൗലോസ് ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി എഫെസോസിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിലെ താൻ ആദ്യം പ്രാർത്ഥിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ അവർക്ക് നൽകേണ്ടതിന് ആദ്യം പ്രാർത്ഥിച്ചു. പിന്നീട് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടിട്ട് 3 കാര്യങ്ങളാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആദ്യം പ്രാർത്ഥിക്കുന്നത് അവന്റെ വിളിയാലുള്ള ആശ എന്ത് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. വാട്ട്സ് ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്? അവന്റെ വിളി, ദൈവം നമ്മളെ വിളിച്ച വിളിയുടെ പിന്നിലുള്ള പ്രത്യാശ എന്താണ് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഭാഗത്തേക്കാണ് ഇന്ന് പകലിൽ കടന്നു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സ്തോത്രം. രണ്ടാമത്തത് ഭാഗം 18-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും പിന്നെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധാനം ഇന്നതെന്നും. ഓൺലി ദാറ്റ്. മൂന്നാമത്തതാണ് അവന്റെ വല്ലഭത്വത്തിന്റെ ബലത്തിന് വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. So I would like to focus upon that second part. What's the glorious wealth of his inheritance in the saints? അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധാനം. The riches of his glorious inheritance in the saints. പല വേർഷനുകളിൽ പല നിരകളിലാണ് എഴുതിയിരിക്കുന്നത്. The riches of glory, തന്റെ മഹത്വത്തിന്റെ ധനം, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗ്യങ്ങൾ ലളിതമായ നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് തിയോളജിയൻസിന് അല്ലെങ്കിൽ വേദപുസ്തകം നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്ക് എഴുതിയതല്ല. ഇത് ഒരു 5-6 വർഷം മാത്രം പഴക്കമുള്ള ജാതികളായിരുന്നവർ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ അവർക്കെഴുതിയ ലേഖനമാണ്. അവർ പഴയ നിയമം കണ്ടിട്ടില്ല, പലരും പഴയ നിയമം വായിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഈ ഭാഗത്തെ നമ്മുടെ കാലത്തെ പോലെ വേദപുസ്തകം സുലഭമല്ല. അവരാരും യഹൂദന്മാരല്ല. യഹൂദന്മാരായിരുന്നെങ്കിൽ അവർ പഴയ നിയമം തീർച്ചയായിട്ടും വായിച്ചാല്. ഏറ്റവും കുറഞ്ഞാൽ അവരുടെ സിനഗോഗുകളിൽ പറയുന്ന പ്രസംഗങ്ങളിൽ പഴയ നിയമത്തിലെ പല സ്വഭാവങ്ങൾ അവർ അറിഞ്ഞാല്. ഇതൊന്നും അറിയില്ല. അവരാരായിരുന്നു എന്ന് 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു എഴുതിയിരിക്കുന്നത്? അവര് ദൈവമില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, അല്ലെ? നിങ്ങൾ 2-ാം അധ്യായത്തിൽ 11 മുതൽ, ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ബൈ നേച്ചർ യു ആർ ജെന്റൈൽസ്. നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. പിന്നെ ജനത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ. അത്രയും വലിയ വാക്കുകൾ പൗലോസ് പറയുന്നത് ഒറ്റ വാക്കി പറയുന്നതോ? ജഡത്തിന്റെ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ പരിച്ഛേദനക്കാർ ആരാ? യഹൂദന്മാർ. അപ്പൊ അത്രയും വാക്കുകൾ മാറ്റിയിട്ട് നമുക്ക് ഒറ്റ വാക്ക് എഴുതിയ കാര്യം മനസ്സിലായി. യഹൂദന്മാർ നിങ്ങളെ എന്ത് വിളിച്ചിരുന്നു? യഹൂദന്മാരാൽ നിങ്ങളെ അഗ്രചർമ്മക്കാരെന്ന് നിങ്ങളെ വിളിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ജാതികളെന്ന് നിങ്ങളെ വിളിച്ചിരുന്നു. അതുകൊണ്ട് താഴെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും അക്കാലത്ത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 or 6 years. 5 or 6. നമ്മൾ എത്ര വർഷമായി? നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നു. പെന്തക്കോസ്ത് വന്നതിന് ശേഷമാണോ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി? അല്ലല്ലോ. ജനിച്ചു വളർന്ന കാലം മുതല് നമ്മൾ കേൾക്കുന്നു, വചനം വായിക്കുന്നു, അല്ലെ? അതിന് ചില കാര്യങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലായത് എങ്ങനെയായിരിക്കും? പലരും തന്നെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് നിർത്തിയതാണല്ലോ, നിന്നതാണല്ലോ, ഇനി നിർത്തേണ്ടതായിട്ട് വന്നു. അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി പോവുക അല്ലാതെ അത് ഇവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വന്നിട്ട് സോ എനിക്കും ഡിസ്ട്രാക്ഷനാണ്. ഞാൻ ഇന്നലെ ഒരു പാസ്റ്റർ പറഞ്ഞായിരുന്നു, ഇങ്ങനെ
ഈ സഭകളിലൊക്കെ കണ്ണു അടച്ചുകൊണ്ടെന്ന് പ്രസംഗിച്ചാൽ അതിനകത്ത് ആത്മാവുള്ളതാണ് ചിലർ വിചാരിക്കുന്നത്. എനിക്ക് കണ്ണും തുറന്നു തുറന്നുകൊണ്ട് പ്രസംഗിച്ചാൽ ആത്മാവുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം, നിങ്ങളുടെ മുഖത്തെ പ്രതികരണം എന്താണെന്ന് അറിയണം, നിങ്ങൾ ബോറടിക്കുകയാണോ എന്ന് എനിക്കറിയണം, നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് എനിക്കറിയണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണും ഒരു ഐ ടു ഐ കോണ്ടാക്ട് റെസ്പോൺസ് എനിക്കുണ്ടാകണം. അതുകൊണ്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അതെൻ്റെ എന്നെയും ബാധിക്കും, എൻ്റെ കോർഡിനേഷനെയും ബാധിക്കും. ഓക്കെ, അപ്പം 5-6 വർഷം മാത്രമേ വിശ്വാസത്തിൽ വരാനുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് 3 സംവത്സരം അവരോട് ദൈവവചനം സംസാരിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പിന്നീട് എടുക്കാം. 3 years 3 സംവത്സരം സംസാരിച്ചു. ആ 3 സംവത്സരം സംസാരിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവാലോചന ഒട്ടും മറച്ചു വെക്കാതെ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അവരോട് കൃത്യമായിട്ട് പൗലോസ് പറഞ്ഞു. അതിനുശേഷം ദീർഘനാളുകൾക്ക് ശേഷമാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. അപ്പോൾ ഒരു 3 വർഷം പൗലോസിന്റെ ബൈബിൾ സ്കൂളിൽ ഇരുന്ന് പൗലോസിന്റെ ദൈവവചന പഠനത്തിന്റെ കീഴിലിരുന്ന് പഠിച്ചെന്നുള്ളതേ ഉള്ളൂ. അത് ജാതികളായിരുന്നു, വിഗ്രഹാരാധികളായിരുന്നു, വാഗ്ദത്തമില്ലായിരുന്നു, പ്രത്യാശയില്ലായിരുന്നു, പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അതിനേക്കാളൊക്കെ വചനം മനസ്സിലാക്കാൻ എത്രയോ പദവി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. എങ്കിലും അല്പം ഡീപ്പാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് പകലില് ഏത് വ്യക്തി ദൈവവചനം സംസാരിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ വചനം നമുക്ക് പ്രകാശിപ്പിച്ചു തരേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ചിട്ട് ആണല്ലോ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒന്നാമത് പറയുന്നത് അവന്റെ വിളിയാലുള്ള ആശ നിങ്ങൾ അറിയണം. വിളിയാലുള്ള ആശ നിങ്ങൾ അറിയണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് വായിച്ചത്, അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം നിങ്ങൾ അറിയണം. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ? അത് പൗലോസ് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന? എഫെസോസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്, അല്ലേ? അതിനാണ് നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് ആരറിയണം? അത് പറ. നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇത് ഞാൻ അറിയാൻ ദൈവമേ, നിന്റെ ആത്മാവിന്റെ അപ്രകാശനം എനിക്കൊന്ന് തരണം എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യമായ കർത്താവേ, നിന്റെ വചനം ഞങ്ങൾ തുറക്കുമ്പോൾ നിന്റെ ആത്മാവ് ഞങ്ങളുടെ ബുദ്ധിയെയും തുറക്കണമേ. നിന്റെ വചനം ഗ്രഹിപ്പാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകി തരണമേ. വിഭാഗിപ്പാനുള്ള കൃപ നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം നീ കർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഞാനത് പറയാൻ കാരണം, ഞാൻ ഈ വാക്യം എടുത്തിട്ട് ഞാൻ ഒന്ന് മെസ്സേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ ഒരു പോർഷനാണ്. ഒരു മൊത്തം അങ്ങനെയാണെങ്കിലും ഈ ഭാഗം, കാരണം വായിച്ചിട്ടൊന്നും ഒരു പ്രകാശനം കിട്ടുന്നില്ല. എനിക്ക് ആക്ച്വലി കിട്ടിയത് അത് ഇന്നലെ ഒക്കെ ഇതിനൊരു ഇലുമിനേഷൻ കിട്ടിയത്. ആ ഇലുമിനേഷൻ കിട്ടിയപ്പോൾ ദൈവം എന്നെ കൊണ്ട് നിർത്തിയത് ക്രൂസിന്റെ ചുവട്ടിലാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ മേശ ഞാൻ അവസാനത്തിലേക്ക് മാറ്റിയത്. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. കാരണം 11 മുതലുള്ള വാക്യങ്ങളില് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ച ആ ഭാഗ്യങ്ങൾ പറഞ്ഞു വരുന്നത് 11-ാം വാക്യം നിങ്ങൾ നോക്കിക്കേ. അവിടെ നമ്മൾ അവകാശം കണ്ടതാണ്. 11-ാം വാക്യത്തിൽ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. പിന്നെ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുൻപിൽ കൂടി ക്രിസ്തുവിൽ ആശ്രയിച്ചവരായി ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവരിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളെ ഈ ചിന്തയിലേക്ക് ഒന്ന് കൊണ്ടുവരാനാണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇൻ ഹിം, അവനിൽ we received the inheritance. 11-ാം വാക്യത്തിൽ അങ്ങനെ അവരിൽ നമ്മൾ അവകാശം പ്രാപിച്ചു, അല്ലേ? ഇനി താഴെ 14-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ എന്താ വായിച്ചത്? ആ അവകാശത്തിന്റെ അച്ചാരമായ ഇനിഷ്യൽ ഡിപ്പോസിറ്റായ ഫസ്റ്റ് ഡിപ്പോസിറ്റായ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, we have already received inheritance.
നമ്മൾ അവകാശം പ്രാപിച്ചു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ അവകാശം പ്രാപിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ് അവകാശം പ്രാപിച്ചില്ല. ആദ്യം പറഞ്ഞ അവകാശം പ്രാപിച്ചു, we have already received. പക്ഷെ അവസാന വാക്യം അവകാശത്തിന്റെ അച്ചാരം. അച്ചാരം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? The initial deposit, ടോക്കൺ. നമ്മൾ അപ്പൊ അങ്ങനെയെങ്കിൽ ടോക്കൺ തന്നാൽ മുഴുവൻ കിട്ടിയോ? ഇല്ല. ടോക്കൺ തന്നാൽ മുഴുവൻ കിട്ടിയോ? നിങ്ങളുടെ വീടിന് ടോക്കൺ കൊടുത്താൽ കയറി താമസിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് ടോക്കൺ കൊടുത്താൽ അത് നിങ്ങളുടെ സ്വന്തമായോ? അപ്പൊ അവകാശം നമ്മുടെ സ്വന്തമായോ? പക്ഷെ അവകാശത്തിന്റെ ടോക്കൺ നമുക്ക് കിട്ടി. എന്തുവാ കിട്ടിയത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താണ്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ അത് വീണ്ടും പറയുന്നുണ്ട്. ഇവിടേക്ക് പോകാം. ഇപ്പോൾ വാക്യത്തിൽ വെക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാൻ പോകുന്ന അവകാശത്തിന്റെ അച്ചാരമാണ്. അപ്പൊ ഒരേ സമയത്ത് അത് പാസ്റ്റ് ആണ്, ഒരേ സമയത്ത് ഫ്യൂച്ചർ ആണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പ്രസന്റിന് അതിന് പ്രാധാന്യമുണ്ട്, അല്ലെ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് കോളിംഗിനെ കുറിച്ചാണ്. ദ ഹോപ്പ് ഓഫ് ദ കോളിംഗ്. ഹോപ്പ് ഓഫ് ഫ്യൂച്ചർ ആണ്. കോളിംഗ് ഈസ് പാസ്റ്റ്. അത് എപ്പോഴാണ് തുടങ്ങിയത്? ഇറ്റേണിറ്റിയിലാണ്. ഇറ്റേണിറ്റി പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോളിംഗ് ഈസ് ദ ബിഗിനിങ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഈസ് ദ കൺസുമേഷൻ ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭമാണ് വിളി. അത് നമ്മുടെ ജനനത്തിലാണ് തുടങ്ങിയത്. അനന്തകാലം, നിത്യതയിലാണ്. എന്താണ് അതിന്റെ അവകാശം എന്ന് പറയുന്നത്? അതിന്റെ ഏറ്റവും അവസാനം പ്രാപിക്കാൻ പോകുന്നതാണ്. അത് പൗലോസ് പറയാണ്, ആ പ്രാപിക്കാൻ പോകുന്ന അവകാശത്തിന്റെ മഹിമാധനം, വിശുദ്ധന്മാരിൽ പ്രാപിക്കാൻ പോകുന്ന അവകാശത്തിന്റെ മഹിമാധനം നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ മുകളിൽ പറഞ്ഞ വാക്യവും ഈ വാക്യവും തമ്മിൽ ഒരു വ്യത്യാസം കൂടിയുണ്ട്. 11-ാം വാക്യത്തിൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത് ആര് അവകാശം പ്രാപിച്ചെന്നാ വായിച്ചത്? അവനിൽ നാം പ്രാപിച്ചു. അപ്പൊ അത് ആരുടെ അവകാശമാണ്? നമ്മുടെ അവകാശം, അല്ലെ? അവർ ഇൻഹെറിറ്റൻസ്. പക്ഷെ ഇപ്പം വായിച്ച വാക്യമോ ആരുടെ അവകാശമാണ്? ഇപ്പോൾ വായിച്ചത് ആരുടെ? 18-ാം വാക്യത്തിൽ വായിച്ചത് ഹിസ് ഇൻഹെറിറ്റൻസ്, അവന്റെ അവകാശം. മനസ്സിലായോ? ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് പോകാൻ. 11-ാം വാക്യത്തിൽ പറഞ്ഞത് നമ്മൾ അവകാശം പ്രാപിച്ചു. ഇപ്പോൾ പറയുകയാണ് അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നത് ആരിൽ? വിശുദ്ധന്മാരിൽ. അപ്പൊ വിശുദ്ധന്മാർ ആരാ? വിശുദ്ധന്മാർ വിശുദ്ധിയുള്ളവരല്ല. അങ്ങനെയെങ്കിൽ ആരും വിശുദ്ധന്മാരല്ല. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ വിളിക്കുന്നത് എന്തുവാ? വിശുദ്ധന്മാർ. ദൈവസഭയ്ക്കകത്തെ അംഗങ്ങളാ വിശുദ്ധന്മാർ. കാരണം എന്നാ? നമ്മളെ വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചു. നമ്മൾ വിശുദ്ധന്മാരായി തീരും. കർത്താവ് എപ്പോഴും എങ്ങനെയാ കാണുന്നത്? നീതീകരിക്കപ്പെട്ടവരെല്ലാം വിശുദ്ധന്മാരാ. അപ്പൊ അങ്ങനെ അതോടെ നിൽക്കട്ടെ തൽക്കാലം. അപ്പൊ വിശുദ്ധന്മാരിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ എന്തോ ഒരു വലിയ അവകാശം നമ്മളിൽ വച്ചിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നമ്മൾക്ക് കിട്ടിയെന്നല്ല, ദൈവത്തിന്റെ അവകാശം നമുക്ക് കിട്ടിയെന്നല്ല. God has put his glorious inheritance in the saints. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം അതെന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതിന് നാം പ്രാർത്ഥിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് കൊലോസി ലേഖനത്തിൽ സമാനമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ പറയാം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, Colossians chapter 1 verse 12. This prayer is very similar to Ephesians prayer. എഫെസ്യ ലേഖനത്തിലെ പ്രാർത്ഥന പോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയും. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനല്ലേ? വിശുദ്ധന്മാരെ വെളിച്ചത്തിനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും Colossians 1 verse 12. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. അപ്പൊ അവിടെ വായിച്ച അവകാശം ഏതാ? വായിച്ചു. വെളിച്ചത്തിൽ ഉള്ള അതിന്റെ മുകളിൽ അതിന് മുകളിൽ ഉള്ള വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള. അപ്പൊ അതാരുടെ അവകാശമാണ്? വിശുദ്ധന്മാരുടെ അവകാശമാണ്. വിശുദ്ധന്മാർക്കുള്ള അവകാശമാണ്, അല്ലെ? ഇത് രണ്ടുമല്ല വായിച്ചു. എഫെസ്യ ലേഖനം 11 മുതൽ 14 വരെ വായിച്ച വാക്യങ്ങളിലെ അവകാശവും ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിച്ച അവകാശവും ഒന്നാണ്. വിശുദ്ധന്മാർക്കുള്ള അവകാശമാണ്. എന്നാ എഫെസ്യ ലേഖനം 1-18 വായിച്ചത് മറന്നു പോകരുത്, അവന്റെ അവകാശം, ദൈവത്തിന്റെ അവകാശം. അപ്പൊ ഈ ദൈവത്തിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം?
പഴയ നിയമത്തിലേക്ക് പോയാൽ മതി. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പുതിയ നിയമത്തിലേക്ക് തന്നെ വരാം. ആവർത്തന പുസ്തകത്തിൽ നിരവധി വാക്യങ്ങളുണ്ട്. ഇനി ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ എടുത്ത് കാണിക്കാം. 9-ാം അധ്യായം എടുത്ത് Deuteronomy chapter 9 verse 29. അതിന്റെ 9-ന്റെ 29-ഉം 32-ന്റെ 9-ഉം വായിച്ച രണ്ട് വാക്യങ്ങൾ. They are your people. They are your people. Your Your inheritance. inheritance. Whom you brought out by your mighty power and by your outstretched arm. Same verse you can. സമാന വാക്യം നിങ്ങൾക്ക് അപ്പോൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലും കാണാൻ കഴിയും. 32-ന്റെ 9 കൂടെ വായിച്ച Deuteronomy. യഹോവയുടെ അംശം, യഹോവയുടെ അംശം, അവന്റെ ജനവും, അവന്റെ ജനവും, യാക്കോബ് അവന്റെ അവകാശവും, യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. 9-29 മലയാളത്തിൽ നിന്ന് വായിച്ച് 9-29. അവർ നിന്റെ മഹാബലം കൊണ്ടും, അവർ നിന്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിന്റെ ജനവും, നിന്റെ ജനവും നിന്റെ അവകാശവുമല്ലോ. ഇവിടെ ആരെ കുറിച്ചാണ് ദൈവത്തിന്റെ അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്? അവർ നിന്റെ അവകാശമാണ്. നിന്റെ അവകാശം ആരാണത്? ഇസ്രായേൽ മക്കൾ. So Israel, the people of Israel were God's inheritance. ഇസ്രായേൽ മക്കൾ ആരുടെ അവകാശമായിരുന്നു? ദൈവത്തിന്റെ അവകാശമായിരുന്നു. ദൈവത്തിന്റെ അവകാശം. 9:29 എങ്ങനെയാണ് വായിച്ചത്? 32:9 എങ്ങനെയാണ് വായിക്കുന്നത്? പുറപ്പാട് പുസ്തകം 19-5 എങ്ങനെയാണ് വായിക്കുന്നത്? 135 സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് യു ആർ മൈൻ. നീ എന്റെ വകയാണ്, നീ എന്റെ സ്വന്തമാണ്. യാക്കോബേ, നിന്നെ നിർമ്മിച്ചവൻ, ഇസ്രായേലിനെ സൃഷ്ടിച്ചവൻ അരുളി ചെയ്യുന്നു, നീ എന്റെ വക, നീ എന്റെ സ്വന്തം. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിലും സെയിം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്റെ ജനമാണ്, എന്റെ സ്വന്തമാണ്. അപ്പോൾ ദൈവത്തിന്റെ അവകാശം പഴയ നിയമത്തിൽ ആരാ? ഇസ്രായേൽ മക്കളാണ്. മനസ്സിലായില്ലേ? That is God's inheritance. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, ഇപ്പോൾ നമ്മൾ വായിച്ച 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന എഫെസ്യ ലേഖനം 2-ാം അധ്യായം 19 മുതൽ വായിച്ച് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 19 മുതൽ. ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്ര. പിന്നെ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ പ്രവാചകന്മാരും പണിതിരിക്കുന്നു. പിന്നെ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് മന്ദിരമായി വളരുന്നു. പിന്നെ അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതി വരുന്നു. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, പിന്നെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ. യു ആർ ഗോഡ്സ് ഓൺ, യു ആർ ക്രൈസ്റ്റ് ഓൺ. നിങ്ങൾ ദൈവത്തിന്റെ വക, നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം. അല്പം കൂടെ വ്യക്തത വേണോ? 1 Peter chapter 2 verse 9. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണത്. 1 പത്രോസ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. നിങ്ങൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ഞാനിപ്പോൾ കോട്ട് ചെയ്ത വാക്യത്തിലുണ്ട് സ്വന്തം ജനം. അപ്പോൾ ദൈവത്തിന്റെ അവകാശം എന്താ? ദൈവത്തിന്റെ സ്വന്തം ജനം. പഴയ നിയമത്തിൽ അത് ആരാ? ഇസ്രായേൽ മക്കൾ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴോ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ അവകാശം ദൈവത്തിന്റെ സഭയാണ്. ദൈവസഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. God's inheritance is God's church. ശരിയാണോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നോക്കേ, 20-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമാണെന്ന് തോന്നുന്നു. ആക്ട്സ് ചാപ്റ്റർ 20 അതിന്റെ 27-ാം വാക്യം 28-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭ. മതി. താൻ തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭ. അപ്പൊ എങ്ങനെയാണ് ഞാനും
സംബന്ധിയില്ലാതിരുന്നവർ, ദൈവത്തിന്റെ പൗരന്മാരല്ലാതിരുന്നവർ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്നവർ, പ്രകൃതിയാൽ ജാതികളായിരുന്ന കോപത്തിന്റെ മക്കളായിരുന്ന ഞാനും നിങ്ങളും എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തമായി തീർന്നത്, അവന്റെ സ്വന്തം ജനമായി തീർന്നത്, അവന്റെ അവകാശമായി തീർന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? അവൻ നമ്മളെ സമ്പാദിച്ചു. എങ്ങനെ സമ്പാദിച്ചു? രക്തത്താൽ, സ്വന്തം രക്തത്താൽ. അപ്പൊ അവകാശത്തിന്റെ വില അവന്റെ രക്തമാണ്. നമ്മുടെ പദവിയൊന്നുമല്ല, കുടുംബശ്രേഷ്ഠതയല്ല, പണമല്ല, കുലമഹിമയല്ല, കളറല്ല, നമ്മുടെ ധനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഏത് പശ്ചാത്തലമാണെന്നുള്ളതല്ല. ഇന്ന് പകരം ഓർത്തിരിക്കണം, നീ ആരുമായിരുന്നിരിക്കട്ടെ, അവൻ നമ്മുടെ രക്തത്താൽ അവൻ സമ്പാദിച്ച് അവന്റെ സ്വന്തമാക്കി തീർത്ത ദൈവസഭയാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. അതൊരു വലിയ പദവിയല്ലേ? I am his possession. ഞാൻ അവന്റെ സമ്പത്താണ്, ഞാൻ അവന്റെ സമ്പത്താണ്. പഴയ നിയമത്തിൽ യാക്കോബിനോടൊക്കെ പറയുന്നു, ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുക, എന്റെ ആടുകൾ എന്റെ കയ്യിലായിരിക്കുന്നത്, അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. സ്തോത്രം. ഈ പിശാചിനെയൊക്കെ ഭയപ്പെടുമ്പോൾ എന്റെ പ്രസംഗങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഞാനും നീയും അവന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട, അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ട, അവനാൽ വിളിക്കപ്പെട്ട, അവനാൽ നിയോഗിക്കപ്പെട്ട ദൈവവൈദ്യനാണെങ്കിൽ ഓർക്കണം, ആകാശം ഇടിഞ്ഞു വീണാലും, ചവിട്ടി നിൽക്കുന്ന ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിനുള്ള വിരച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. യാക്കോബിന്റെ ദൈവം നമുക്ക് സഹായമായി, ഇസ്രായേലിന്റെ ദൈവം നമുക്ക് സങ്കേതമായി ഉള്ള ദൈവമക്കളാണ് ഞാനും നിങ്ങളുമെന്ന് വിശ്വാസത്തോടെ എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. We are his inheritance. We are his possession. നമ്മളാണ് അവന്റെ സമ്പാദ്യം. ചിലരൊക്കെ ചിലരോട് ചോദിക്കത്തില്ലേ, നീ എന്താ സമ്പാദിച്ചത്? എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. കാരണം എന്റെ കൂടെ പഠിപ്പിച്ച ആൾക്കാരൊക്കെ പലരും വലിയ വലിയ വീടുകളും കാറുകളും ഞാൻ വിളിച്ചോണ്ട് പോയി പല സ്ഥലങ്ങളിലാക്കിയ ആൾക്കാർ, അവരൊക്കെ നല്ല നിലയിലെത്തി. നല്ല നിലയെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലൊക്കെ ആയിരുന്നു. നമുക്കെന്താ ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട്. എന്റെ സമ്പാദ്യം എന്തുവാ? നമ്മുടെ സമ്പത്ത് അതൊന്നുമല്ല, അതുണ്ടാകണം. ഉള്ളതിനെ ഇല്ല, ഇതിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. പാർക്കുവാൻ പാർപ്പിടം വേണം, ബാക്കി സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടാകണം. സ്തോത്രം. അപ്പൊ നമ്മൾ ചോദിക്കും, എന്ത് സമ്പാദിച്ചല്ലേ? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതങ്ങളിലേക്ക് ചെന്ന ദൈവപുത്രനെ നോക്കി സ്തോത്രം ദൂതന്മാര് ചോദിച്ചു. ഞാൻ ചോദിച്ച പോലെ ഡെറോഗേറ്റീവായിട്ടല്ല, നിന്ദ്യമായിട്ടല്ല, അപമാനമായിട്ടല്ല, എന്താണ് സമ്പാദ്യം? വാട്ട് ഈസ് യുവർ പൊസഷൻ? സ്തോത്രം. പിതാവിന്റെ മടിയിലിരുന്ന ദൈവപുത്രൻ അനാദികാല നിത്യതയിൽ ദൈവത്തിന്റെ തേജസ്സിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവത്തോട് കൂടെ ഇരുന്നവൻ അതെല്ലാം വിട്ടിട്ട് ഈ ഭൂമിയിൽ വന്ന് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് മടങ്ങിച്ച് നമ്മൾ ചോദിക്കാം, വാട്ട് ഈസ് യുവർ പൊസഷൻ? ഭൂമിയിലേക്ക് നോക്കിയിട്ട് എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് പറയാ, അതാണ് എന്റെ പൊസഷൻ, അതാണ് എന്റെ പൊസഷൻ. ഇത്ര കുഴപ്പമുള്ള ഉണ്ടാക്കുന്ന ആൾക്കാരോ, ഇത്ര പ്രശ്നക്കാരോ, ഇത്ര ജീവിത വിശുദ്ധി ഇല്ലാത്തവരോ, ഇത്ര പരാജയപ്പെട്ടവരോ എന്താ പറയുന്നറിയാമോ? A day is coming, they all will be conformed to my image. എന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്ന ഒരു ദിവസം അവർക്ക് വരുന്നുണ്ട്. ഞാൻ അവരെ വിളിച്ചു, ഞാൻ അവരെ നീതീകരിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ അവരെ തേജസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അവരൊരു ദിവസം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ദൈവപുത്രനോട് സമനാകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനും നീയും. അവന്റെ അവകാശമാണ്. ഞാനും നീയും അവന്റെ അവകാശം. Praise the Lord. സ്തോത്രം. വേഗത്തിൽ 1-2 ചിന്തകളിലേക്ക് ഞാൻ വരട്ടെ. പുതിയ നിയമത്തിലെ പഴയ നിയമത്തിന്റെ ചിന്തയുമായി കണക്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ ദൈവത്തിന്റെ അവകാശം, പുതിയ നിയമത്തിൽ ദൈവസഭ അവന്റെ അവകാശം, രക്തത്താൽ സമ്പാദിക്കപ്പെട്ട എന്തിനാ? പക്ഷേ ഞാൻ അതിന്റെ പഴയ ചിന്തയിലേക്ക് ഒന്ന് പോവുകയാണ്. നമ്മൾ അവകാശം പ്രാപിച്ചു. നമ്മൾ അവകാശമാണ്
നമ്മൾ അവകാശികളുമാണ്. We are inheritance. We are inheritors also. We are heirs. നമ്മൾ അവകാശമാണ്. ആരുടെ അവകാശം? നമ്മൾ ദൈവത്തിന്റെ അവകാശം. അപ്പോൾ തന്നെ നമ്മൾ അവകാശികളുമാണ്. ദൈവം നമുക്ക് തന്നതിന്റെ അവകാശികൾ. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 3-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ വായിക്കുമ്പോൾ, 1 Peter chapter 1 verses 3 through 5 അതിന്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ, we are born again for an inheritance. For a living inheritance. Blessed be the God and Father of our Lord Jesus Christ. According to His great mercy. According to His great mercy. He has caused us. He has caused us to be born again. He has caused us to be born again. To a living hope. To a living hope. Through the resurrection of Jesus Christ. From the dead. Yeah. To an inheritance. To an inheritance. That is imperishable. Undefiled and unfading. Kept in heaven for you. Who by God's power are being guarded through faith for a salvation ready to be revealed in the last time. മതി. വാക്യം മുഴുവൻ വ്യാഖ്യാനിച്ചു പോകാൻ സമയമില്ല. മലയാളത്തിലൊന്ന് വായിച്ച്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ അവൻ മരിച്ചവരുടെ ഇടയിൽ ദൈവത്തിന് സ്തോത്രം. പിന്നെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം, കൃപയുടെ ആധിക്യപ്രകാരം നമ്മെ എവിടേക്കാ? ജീവനുള്ള പ്രത്യാശയ്ക്കായി. പിന്നെ ഞാൻ വായിക്കാം. ജീവനുള്ള പ്രത്യാശയ്ക്കായി, സമയമില്ലാത്തത് കൊണ്ട് അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ കാക്കപ്പെടുന്ന, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി അടുത്തത് അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള അവകാശത്തിന് വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വട്ടം ഒന്നുമില്ലാത്തതുമായ അവകാശത്തിനായി. So you are born again to a living hope for a living inheritance that is kept in heaven, undefiled. ഇത് പറഞ്ഞിരിക്കുന്ന പ്രത്യേകത അൺഡിഫൈൻഡ്, മാലിന്യമില്ലാത്തത്, ഇൻകറപ്റ്റിബിൾ, ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്തത്, വാടിപ്പോകാത്തത്, ഫെയ്ഡ് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ എവർ ന്യൂ, എവർ ഫ്രഷ്. കാരണം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാ? ഇതൊന്നുമില്ലാത്ത സ്വർഗത്തിലാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ അവകാശം കിട്ടുന്നത് എന്റെ ഫ്യൂച്ചറിസ്റ്റിക് ഹോപ്പും കൂടെയാണ്. ഇതെങ്ങനെയാ കിട്ടിയത്? വിശ്വാസത്താൽ, ദൈവശക്തിയാൽ, തന്റെ പുത്രന്റെ പുനരുത്ഥാനത്താൽ ഒക്കെ നമ്മൾ ലഭിച്ചു വന്ന വായിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മെ വീണ്ടും ജനിപ്പിച്ചത് തന്നെ ഈ അവകാശത്തിന് വേണ്ടിയാണ്. ഏത് അവകാശത്തിന്? ഭൂമിയിൽ എന്തെങ്കിലും അവകാശം കിട്ടാനല്ല, ഭൂമിയിൽ എന്തെങ്കിലും വാഗ്ദത്തം കിട്ടാനല്ല. പിന്നെ എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, അതെപ്പോഴാ വെളിപ്പെടാൻ പോകുന്നത്? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. The fulfillment of salvation is our inheritance. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമാണ് നമ്മുടെ അവകാശം. അല്പം കൂടെ വിശദീകരിക്കുമ്പോൾ വേദപുസ്തകം എന്താണ് പറയുന്നത് നമുക്കൊന്ന് പോകാം, നമുക്ക് ചിന്തിക്കാം. എന്നോടൊപ്പം നിങ്ങൾ ആ ചിന്തയിലേക്ക് വരണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സകല അവകാശവും പ്രാപിക്കാൻ പറ്റിയത്? അതിനൊരു കാരണമുണ്ട്. നമ്മളോട് വായിച്ചത് എന്നാണെന്നറിയാമോ? ക്രിസ്തു യേശുവിൽ അവകാശം പ്രാപിച്ചത്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, എടുക്കണ്ട, പറഞ്ഞു പോകാം, വായിക്കുന്നത് അവൻ സകലത്തിനും അവകാശിയാണെന്ന്. He is there of all things. സകലത്തിനും അവൻ അവകാശി. അപ്പൊ ആരാ സകലത്തിനും അവകാശി? പുത്രൻ. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത് എങ്ങനെയാ? ദൈവം പണ്ട് അടുത്തേക്ക് വായിച്ചു. ദൈവം പണ്ട് ഭാഗമായിട്ടും വെച്ചിരിക്കുകയാണെങ്കിൽ വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. 2-ാം വാക്യം, അവനെ താൻ, ആരെ? പുത്രനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. നമ്മുടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു മർക്കോസിന്റെ സുവിശേഷത്തില് 12-ാം അധ്യായം
അതിന് 7-ാം വാക്യം ഒന്ന് നോക്കിക്കേ. ആ വാക്യം ഒന്ന് എടുത്ത് നോക്കണം. ഉപമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്ക് ചാപ്റ്റർ 12 അവിടെ മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ആ കുടിയാന്മാരോ ഇവൻ അവകാശിയാകുന്നു, വരുവിൻ നാം ഇവനെ കൊല്ലുക, എന്നാൽ അവകാശം നമുക്കാകുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ അവനെ പിടിച്ചു കൊന്നു തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. വായിച്ചത് എങ്ങനെയാ തുടങ്ങിയത്? ഇവൻ അവകാശിയാകും അല്ലല്ലോ, കുടിയാന്മാരൊന്നല്ലേ? അങ്ങനെയാണോ വായിച്ചേ? ശരിക്കും കേട്ടില്ല. ആ കുടിയാന്മാരോ ഇവൻ അവകാശിയാകുന്നു, അവനെ കൊന്നുകള. അത് ആദ്യം മുതൽ വായിക്കണമെങ്കിൽ വായിച്ചാൽ മനസ്സിലാകും. കർത്താവ് പറഞ്ഞ ഉപയായതുകൊണ്ട് പോകുന്നില്ല. ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിലൊരു ഗോപുരം ചക്ക കുഴിച്ചിട്ടു, ഗോപുരം പണിതു, കുടിയാന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് പരദേശത്തേക്ക് പോയി ഏറിയ കാലം കഴിഞ്ഞിട്ട് മടങ്ങി വരാനുള്ളൂ. എന്താ വായിക്കുന്നത്? ആ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവം പ്രാപിക്കേണ്ടതിന് ആ യജമാനൻ ചില ആൾക്കാരെ പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ചവരെയൊക്കെ ആ കുടിയാന്മാർ കൊന്നുകളഞ്ഞു. അപ്പോൾ യജമാനൻ പറയാണ്, ഇനി ഞാൻ എന്റെ മകനെ അയക്കും. ഒരുപക്ഷെ അവനെ ശങ്കിക്കും. കാരണം അവൻ ആരാ? അവൻ ഉടമസ്ഥനാണ്, അവൻ അധികാരിയാ. യജമാനന്റെ മകൻ ആരാ? സകലത്തിനും അവകാശി തന്നെയാ. പുത്രനെ അയച്ചു. പക്ഷെ സംഭവിച്ചെന്നാ അവനെ കൊന്നുകളയാൻ കാരണം അവൻ അവകാശിയാ. അവൻ അവകാശിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പുത്രനെ കൊന്നുകളഞ്ഞു. നമുക്കിത് വായിച്ച് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലേ? പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി, ആ കേട്ട ആൾക്കാർക്ക് മനസ്സിലായി. പിന്നെ എന്താ സംഭവിച്ചു தெரிஞ்சிട്ടുണ്ട്. ഈ കേരളത്തിലൊരു പ്രസംഗം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, പാസ്റ്റർ വി. എ. തോമസ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വൈഫുമായിട്ടൊരു ഇന്റർവ്യൂ ഹല്ലേലൂയയുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ പ്രായമായി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടൊരു പ്രസംഗമുണ്ട്, പറയാൻ സമയമില്ലെങ്കിലും. ഞങ്ങളുടെ അവിടെ 14 മൈൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പുളിക്കൽക്കാവ്, ചിലർക്കൊക്കെ അറിയാം. അവിടെ ഒരു വലിയൊരു കുരിശുപള്ളിയും അതിൻ്റെ മുകളിൽ ഇതൊന്നും കട്ട് ചെയ്തേക്കണേ. അവിടെ സെൻറ്റ് ജോർജ് പുണ്യവാളൻ്റെ ഒരു ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്, കുരിശു ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ടിൽ ഒരു കൺവെൻഷൻ നടക്കുക. അന്ന് എനിക്ക് വളരെ പ്രായക്കുറവാണ്. ഞാൻ എൻ്റെ ടീൻ ഏജിലാണ്. ഞാൻ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമാകുമ്പോൾ എല്ലാവരും കേൾക്കാൻ പോകുന്നല്ലേ ചോദിക്കണ്ടേ? അപ്പൊ എന്താ ഈ പുത്രനെ കൊല്ലാൻ കാര്യം? ഈ പുത്രനെ കൊല്ലാൻ കാര്യം എന്താ? അവൻ അവകാശിയാ. അവൻ എന്തുകൊണ്ടാണ് അവകാശിയായത്? അവൻ അധികാരിയായത് അവൻ പുത്രനായതുകൊണ്ട് അല്ലേ? ആരുടെ കാര്യം പറഞ്ഞിരിക്കുന്ന? കർത്താവിന്റെ കാര്യമോ? സകലത്തിനും അവൻ അവകാശി. He is the son by nature. പിതാവിന്റെ പുത്രനായി യേശു തീർന്നത് അവന്റെ നേച്ചറിലാണ് തീർന്നത്. പക്ഷെ നമ്മൾ തീർന്നതോ? നമ്മൾ ഒരു മക്കളല്ലേ? യോഹന്നാന്റെ ലേഖനം എന്താ പറയുന്നത്? കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ അധികാരം നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യേശുക്രിസ്തു പുത്രനായത് എങ്ങനെയാണ്? ബൈ നേച്ചർ. പിതാവിന്റെ അതേ സാരാംശം, പിതാവിന്റെ അതേ പ്രകൃതം. അതുകൊണ്ടാണ് യേശുപുത്രൻ. നമ്മളോ? എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വായിച്ചില്ലേ? He adopted us. അവൻ നമ്മളെ എന്ത് ചെയ്തു? ദത്തെടുത്തു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യേശു പുത്രനായത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് പിതാവെ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പക്ഷെ കർത്താവ് പലപ്പോഴും എന്റെ പിതാവ് എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. പോട്ടെ, ഞാൻ അതിലേക്ക് പോകാനല്ലിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും നിങ്ങളും ദൈവമക്കളാണെങ്കിൽ, ദൈവത്തിന്റെ പുത്രന്മാരാണെങ്കിൽ, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു രീതിയോടെ കാണുന്നുണ്ട്. അവൻ നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല തന്നത്, പിന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് തന്നത്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഒന്ന് പുത്രത്വമാണ്, അഡോപ്ഷൻ, സൺഷിപ്പ് ബൈ അഡോപ്ഷൻ. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു പുത്രനായത് ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ പ്രകൃതം, അവൻ ദൈവമായ എസൻസിൽ, നേച്ചറില്ല. എന്നാൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രനായത് എങ്ങനെയാണ്? അവൻ നമ്മളെ ദത്തെടുത്തു. ആരിൽ ദത്തെടുത്തു? യേശുക്രിസ്തുവിൽ ദത്തെടുത്തു. എന്റെ ചിന്തകളൊന്ന് മനസ്സിലാക്കണേ. യേശുക്രിസ്തു ആരാന്നാ പറഞ്ഞത്? പുത്രൻ. പുത്രൻ ആരാണെന്നാ പറഞ്ഞത്? അവകാശി.
എന്തിനെല്ലാം അവകാശി? എബ്രായ ലേഖനം പറയുക, അവൻ സകലത്തിനും അവകാശി. ഇപ്പൊ ഞാനും നിങ്ങളും ആരാ? പുത്രത്വത്താൽ അവന്റെ പുത്രന്മാരായി തീർന്നു. അവന്റെ പുത്രന്മാരായി തീർന്നപ്പോൾ ഞാനും നിങ്ങളും ആരായി തീർന്നു? അവകാശികളായി തീർന്നു. എന്തിന്റെ അവകാശികളായി തീർന്നു? പുത്രൻ എന്തെല്ലാം അവകാശമുണ്ടോ ആ അവകാശത്തിൽ മുഴുവനും നാമും അവകാശികളായി തീർന്നു. എങ്ങനെ അവകാശികളായി തീർന്നു? വിശ്വാസത്താൽ, നീതിയാൽ, ദൈവശക്തിയാൽ. ഇനി നിങ്ങളൊരു വാക്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം തുറന്ന് വായിച്ച്. റോമാലേഖനം 17 വായിച്ചു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന്. ഒരിക്കൽ കൂടെ വാക്യം ഒന്ന് വായിച്ച്. 8-ാം അധ്യായം 17-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. അതിന്റെ മുകളിൽ വാക്യം മുതലൊന്ന് വായിക്കണം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കണക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇനി അടുത്തത്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകും. അടുത്തത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. ഇനി നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എന്താ പറയുന്നത്? നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു മിനിസ്ട്രിയോടെ പറഞ്ഞിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം. 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിച്ചെന്താ? നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് നൽകി തന്നിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സാക്ഷ്യം പറയുക. എന്താ സാക്ഷ്യം പറയുന്നത്? നിങ്ങൾ ദൈവമക്കളാകുന്നു, നിങ്ങൾ ദൈവമക്കളാകുന്നു, നാം ദൈവമക്കളാകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സാക്ഷ്യം പറയുന്നു. എന്നിട്ട് പറയാം, മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ഇത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പഴയ നിയമത്തിലേക്ക് ഒന്നുകൂടെ പോകണം. ബോറടിക്കുന്ന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ റോമാലേഖനം തന്നെ 4-ാം അധ്യായത്തിലേക്ക് നോക്കേ. 4-ാം അധ്യായം 13-14 വാക്യങ്ങളൊന്ന് വായിച്ച്. അതിനോട് ചേർന്ന് നിങ്ങൾ ഒരു മിനിറ്റ് അതിനോട് ചേർന്ന് ഗലേഷ്യൻസ് 3:29 വായിക്കണം. വായിച്ചു. For the promise to Abraham and his offspring that he would be head of the world did not come through the law but through the righteousness of faith. മലയാളത്തിൽ വായിച്ചാട്ടെ. 4:13-14 ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. മതി അത്രയും തൽക്കാലം മതി. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. 13-ാം വാക്യമാണ് നമ്മൾ പ്രധാനമായിട്ട് വായിച്ചത്. അവിടെ വായിച്ചെന്താ? ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ. അതൊക്കെ തൽക്കാലം വിട്ട് നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ അടുത്ത ഭാഗം വായിച്ച്. ന്യായപ്രമാണത്താൽ അല്ല, പിന്നെന്താ? അപ്പൊ വിശ്വാസത്താൽ അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതിക്കും എന്ത് ലഭിച്ചു? അവകാശം ലഭിച്ചു. എന്തിന്റെ അവകാശം? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ലോകാവകാശിയാണ്. അബ്രഹാമിനോട് നീ ലോകാവകാശിയാകുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ അവകാശം ആർക്കൂടെ വന്നു? ദൈവമക്കളെ ആ വാക്യം തന്നെ നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിലൊക്കെ വേദവസ്ഥയില്ലേ? അബ്രഹാമിന്റെ സന്തതിക്കും വന്നു, അബ്രഹാമിന്റെ മക്കൾക്ക് വന്നു. അപ്പൊ അപ്പൻ അവകാശിയായപ്പോൾ വാഗ്ദത്തം അപ്പനെ ലഭിച്ചപ്പോൾ ആർക്കും കിട്ടി? മക്കൾക്കും കൂടെ കിട്ടി. അപ്പൊ മക്കളിൽ ഒരാൾക്ക് കിട്ടിയെങ്കിലോ ബാക്കിയുള്ളവർ ആരായി? കൂട്ടവകാശികളായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പിതാവിന്റെ പുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. സകലത്തിലും അവനാരാ? അവകാശി. പുത്രത്വം നിമിത്തം നമ്മളും ആരായി തീർന്നു? അവനിൽ ദൈവത്തിന്റെ പുത്രന്മാരായി തീർന്നു. അപ്പോൾ നമുക്ക് എന്നാ കിട്ടി? ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ കൂട്ടവകാശികളായി തീർന്നു. ലേഖനം പറയുന്ന ലേഖനങ്ങൾ, പൗലോസിന്റെ ലേഖനത്തിലേക്ക് വരുന്ന ഇത് അല്പം കൂടെ ഒന്ന് ഗ്രഹിക്കാൻ ഗലാത്യ ലേഖനം കൂടെ എടുത്ത് ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യങ്ങളൊന്ന് വായിച്ചേ.
നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും ഒന്നുകൂടെ വായിച്ച്. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. റോമാലേഖനം 4:13-14 ചേർത്ത് വെച്ച് ഗലാത്യ ലേഖനം ഈ 3-ാം അധ്യായത്തിന്റെ 29 കൂടെ ചേർത്ത് വെച്ച് വായിക്കുക. റോമാലേഖനത്തിൽ പറഞ്ഞത് അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി. ആ വാഗ്ദത്ത പ്രകാരമുള്ള അവകാശം ആർക്ക് കിട്ടി? മക്കൾക്ക് കിട്ടി. എന്നിട്ട് മോളി പറഞ്ഞിരിക്കുക ന്യായപ്രമാണത്താൽ അല്ല കിട്ടിയത്, പിന്നെന്തുവാ? വിശ്വാസത്താൽ കിട്ടി. ഇപ്പൊ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് അങ്ങനെയാ, നിങ്ങളും വിശ്വാസത്താൽ ആരാ? അബ്രഹാമിന്റെ സന്തതിയാ. അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ വിശ്വാസത്താൽ നിങ്ങൾക്കും ആ വാഗ്ദത്തത്താലുള്ള അവകാശം കിട്ടി, അല്ലെങ്കിൽ അവകാശത്തിന്റെ വാഗ്ദത്തം നിങ്ങൾക്കും കിട്ടി. അപ്പോൾ വിശ്വാസത്താൽ നമ്മളും അവകാശികളായി തീർന്നു. ഞാൻ ഇത്ര നേരം പറഞ്ഞത് അവകാശികളായി എങ്ങനെ തീർന്നെന്നാ. വിവേകത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. എന്തിന്റെയൊക്കെ അവകാശം നിങ്ങൾ വേഗത്തിൽ നോക്കുക. എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കാൻ സമയമില്ലല്ലോ. സ്തോത്രം. ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാം. ഒന്നാമത്തെ അവകാശം എന്ന അവകാശം 1 കൊരിന്ത്യൻസ് അതിന്റെ മത്തായി സുവിശേഷം 25-ാം അധ്യായം 34-ാം വാക്യം നോക്കുക. മത്തായി സുവിശേഷം 25:34. എല്ലാ വാക്യങ്ങളും വായിപ്പിക്കാൻ സമയമില്ല. ഈ റെഫറൻസുകൾ The king will say to those on his right, അവൻ വലത്തുഭാഗത്തുള്ള ഒരു രാജാവ് പറയും, Come you who are blessed by my father, who are blessed my father. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ഈ അടുത്തത് inherit the kingdom, inherit the kingdom prepared for you. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ദൈവം തരുന്ന ആദ്യത്തെ അവകാശം എന്നല്ല, ദൈവം തരുന്ന അവകാശം ദൈവരാജ്യമാണ്. കിങ്ഡം ഓഫ് ഗോഡ്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് കേട്ടോ. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ വാക്യങ്ങൾ. പക്ഷെ പല ഭാഗ്യങ്ങളും പറയുമ്പോൾ ആരൊക്കെ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നാ പ്രധാനമായി പറയുന്നത്. ഗലാത്യ ലേഖനം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-10 വായിച്ച്. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 9 and 10 9-10 വാക്യങ്ങൾ. Do you not know that wrongdoers will not inherit the kingdom of God? Do not be deceived. Neither the sexually immoral, no idolaters, no adulterers, no men who have sex with men, no thieves, nor the greedy, nor drunkards, nor slanderers, nor swindlers will inherit the kingdom of God. No. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. രാജാവ് എന്താ അതിന്റെ വലത്തുള്ളവരോട് പറഞ്ഞത്? വന്ന് ലോകസ്ഥാപനത്തിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള രാജ്യം. ആ രാജാവ് മനുഷ്യനല്ലല്ലോ. മനുഷ്യനായ രാജാവിന് ലോകസ്ഥാപനം മുമ്പുള്ള രാജ്യം ഇല്ലല്ലോ. അപ്പൊ ആരാണത്? പിതാവായ ദൈവം പറയുക, വന്ന് inherit the kingdom that was prepared for you before the beginning, before the foundation of the world. ഇപ്പോൾ പറയുക, ആരൊക്കെ അവകാശമാക്കത്തില്ല? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. പിന്നെ ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലരും ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ Ephesians chapter 5 verse 5 ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ, ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചപ്പോൾ പറഞ്ഞു, വഞ്ചിക്കപ്പെടരുത്. സ്തോത്രം. ക്രിസ്തീയ ജീവിതം ഭയത്തോടെ ജീവിക്കേണ്ട കാര്യം. ഞാനോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ പാസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ദൈവരാജ്യം കിട്ടുമെന്ന്, എനിക്ക് ഓർഡിനേഷൻ ഉള്ളതുകൊണ്ട് ദൈവരാജ്യം കിട്ടുമെന്ന്.
ഞാൻ ചെറുപ്പം പോലെ വേദപുസ്തകം പഠിച്ചതുകൊണ്ട് ദൈവരാജ്യം കിട്ടുമെന്ന്. അവർക്കൊന്നുമല്ല ദൈവരാജ്യം കിട്ടുന്നത്. ഞാൻ വിശ്വാസിയായതുകൊണ്ട് ദൈവരാജ്യം കിട്ടുമെന്ന്. ദശാംശം കൊടുക്കുന്ന ദൈവരാജ്യം കിട്ടുമെന്ന്. ഞാൻ രാവിലെ മുതൽ സന്ധ്യ വരെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവരാജ്യം കിട്ടുമെന്ന്. ഞാൻ എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് ദൈവരാജ്യം കിട്ടുമെന്ന്. ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്. ഈ വചനമനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തിയും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. നിങ്ങളുടെ പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. വിടാനുള്ളത് വിടണം, ചേർക്കാനുള്ളത് ചേർക്കണം. വേർപാടും വിശുദ്ധിയും അന്യം നിന്നു പോയിട്ടുള്ള വസ്തുക്കളല്ല, തലമുറ അറ്റുപോയതല്ല. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റില്ല. God cannot be mocked. ഗലാത്യലേഖനം പറയുന്നത് ദൈവത്തെ പരിഹസിച്ചുകൂടാ. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എത്ര ഭയാനകമാണ്. ചിലരൊക്കെ പറയും സഭായം കഴിച്ച് ആശ്വസിപ്പിക്കുന്ന വചനം കേട്ടിച്ചു പോകണം. എടാ, ഇരുവായുത്തലയുള്ള വാള അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ചിന്തകളെയും ഭാവങ്ങളെയും ഒക്കെ വിവേചിക്കുന്നതുമാണ്. എന്താ ഈ തുളച്ചു ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും പിന്നെ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പിന്നെ സന്ധിമജ്ജകളെയും വായിച്ചോ, ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവ്. കുറച്ച് വായിക്കും, ശരിക്കും വായിക്കും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും പിന്നെ ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് പിന്നെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചിയൽ. ഇംഗ്ലീഷ് വായിച്ചു എടുത്തെങ്കിൽ Hebrews chapter 4 verse 12 അല്ലേ? For the word of God, is alive and active, sharper than a two-edged sword. It penetrates even to the dividing soul and spirit, joints and marrow. It judges the thoughts and attitudes of the heart. എനിക്കത് വ്യാഖ്യാനിക്കാൻ സമയമില്ല. സ്പിരിറ്റ് ആൻഡ് സോൾ. സ്പിരിറ്റ് ആരുടെ ഭാഗമാണ്? ദൈവത്തിന്റെ ഭാഗമാണ്. സോൾ ആരുടെ ഭാഗമാണ്? നമ്മുടെ ഈ ഭൂമിയിലെ ജീവന്. ഇതിനെ രണ്ടിനെയും വേർതിരിക്കുക. സന്ധിമജ്ജകളെ ഫ്ലഷാണ് വേർതിരിക്കുക. ചിന്തകളെ വെറുതെ പറഞ്ഞാൽ സ്പിരിച്വൽ ഏതാണ്, ഫിസിക്കൽ ഏതാണ്? സ്പിരിച്വൽ ഏതാണ്, ഫ്ലഷ് ഏതാണ്? ജഡം ഏതാണ്, ആത്മാവേതാണ്? ലോകമേതാണ്, ദൈവികമേതാണ്? നിത്യമേതാണ്, നശിക്കുന്നത് ഏതാണ്? ഈ രണ്ടിനെ വേർതിരിക്കാൻ കട്ട് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. ഇല്ല, നിങ്ങളുടെ ശരീരത്തെ ആരെങ്കിലും വചനം എന്ന വാളുകൊണ്ട് മുറിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ വചനം എന്തിനാ മുറിച്ചു മാറ്റുന്നത്? What is spiritual and what is unspiritual? What is scriptural and what is unscriptural? What is fleshly and what is worldly and what is spiritual? അതാണ് വചനം മുറിക്കുന്നത്. അപ്പൊ വചനം നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ സഭായവും കഴിഞ്ഞ് പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേൾക്കുന്ന നിങ്ങളും തിരിച്ചു പോകുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം, കർത്താവെ കൊണ്ടുവന്നതിൽ എന്നിവിടെ ഇട്ടേച്ചു പോകണമെന്ന്. മനസ്സിലായില്ലേ? കൊണ്ടുവന്നതിലെ എന്തിവിടെ ഇട്ടേച്ചു പോകണമെന്ന് ഞാനും അതാ ചോദിക്കേണ്ടത്. ഈ വചനം പ്രസംഗിക്കുന്നതിന് പ്രത്യേകത എന്താണെന്നറിയോ? ഇതാദ്യം എനിക്കിട്ടാ കുത്തുന്നത്. ഇതാദ്യം എനിക്കിട്ട് കുത്തും. വചനം പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്നിൽ കുറവുണ്ട്, നീ ക്ഷമിക്കണം. ഈ വചനം പറയാൻ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുൻപ് ഈ വചനം പറയാനുള്ള പ്രാഗൽഭ്യം എനിക്ക് നൽകി തരണം. മനസ്സിലായില്ലേ? ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ പുറം പൂച്ചുകൊണ്ട് നടക്കത്തില്ലെന്നേ, മുഖം മൂടി കൊണ്ട് നടക്കത്തില്ലെന്നേ, ആത്മീയതയുടെ വേഷം കൊണ്ട് നടക്കത്തില്ലെന്നേ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ധരിക്കുന്നത് കൊണ്ട് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ലെന്നേ. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ, സത്യസന്ധമായി ദൈവത്തെ സേവിച്ചാൽ എനിക്കും നിങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന അവകാശമാണ് ദൈവരാജ്യം എന്ന അവകാശം.
ദൈവരാജ്യം എന്ന അവകാശം. വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ, കർത്താവിന്റെ മേശയിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. എബ്രായ ലേഖനം 1-14 രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ് ദൂതന്മാർ. പ്രാപിക്കുക എന്ന് ഇംഗ്ലീഷിൽ ഇൻഹെറിറ്റ് ദ കിങ്, ഇൻഹെറിറ്റ് ദ സാൽവേഷൻ. We will inherit salvation. 1 Peter chapter 3:9 we will inherit blessing. റോമാലേഖനത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരുന്ന 8-ാം അധ്യായത്തിലേക്ക് ഞാൻ വാക്യം അവസാനം പറയാം. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 17 വായിച്ച് 8-17 നമ്മൾ ഇവിടെ വായിച്ചതാണ്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. പിന്നെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. എന്താ എന്തിന് അവകാശം? അവനോടുകൂടെ. അപ്പൊ ക്രിസ്തുവിന്റെ അവകാശം എന്തുവാ? തേജസ്. അവൻ തേജസ്സുള്ള പുത്രനല്ലേ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവ് പ്രാർത്ഥിക്കുന്ന ലോകസ്ഥാപനം മുൻപിലുള്ള ആ മഹത്വത്തിലേക്ക് നീ എന്നെ, ഇംഗ്ലീഷിൽ വായിച്ച ഗ്ലോറിയിലേക്ക് പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഓർത്താൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്നെണ്ണുന്നു അല്ലെ? തേജസ്സിന്റെ അനവധിയായ നിത്യഘനം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന്. എന്താ തേജസ്? പ്രകാശമൊന്നുമല്ല കേട്ടോ. ദൈവം എന്താണോ, ദൈവത്തിന്റെ നേച്ചർ എന്താണോ, ദൈവം ആരാണോ, അതിന്റെ ഒരു സവിശേഷത നമ്മിലേക്ക് കൂടെ പകർന്ന് അവന്റെ പുത്രനെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അതാണ് തേജസ്കരണം. അതാ കൂട്ടവകാശം. ആ കൂട്ടവകാശം, ആ അവകാശത്തിലേക്ക് വരിക. So we will inherit kingdom of God, we will inherit a salvation, we will inherit a blessing, we will inherit glory, and finally 1 Corinthians chapter 15 verse 15 പറഞ്ഞിരിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും. പിന്നെ സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ഇനി കഴിഞ്ഞിട്ട് ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പിന്നെ എന്നിട്ടാണ് പറയുകയാണ്, കാഹളനാദത്തിൽപ്പെട്ടത് കണ്ണിവെക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവരായി അക്ഷയരായി ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്യും. പൗലോസ് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? 9-ാം വാക്യത്തിൽ പറഞ്ഞു, ദ്രവത്വം അദ്രവത്വത്തെ, പക്ഷെ നമ്മൾ എന്ത് അവകാശമാക്കും? അദ്രവത്വത്തെ. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് എന്തുവാ? അവിടെ വായിച്ചത് സ്തോത്രം, ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്തതായ അവകാശം എവിടെ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയമില്ലാത്തത് നമ്മൾ പ്രാപിക്കും. So we will inherit eternal life. We will inherit kingdom of God. നിത്യജീവനെ അവകാശം നമ്മൾ ആക്കും. കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വാക്കുകൾ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഇതിലേതെങ്കിലും നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? നിത്യജീവൻ നമുക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാം, പക്ഷെ അതിന്റെ പൂർത്തീകരണം നമുക്ക് വന്നോ? ഈ അവകാശങ്ങൾ ഏതെങ്കിലും നമുക്ക് കിട്ടിയോ? ദൈവരാജ്യം മുഴുവനായി നാം പ്രാപിച്ചോ? രക്ഷ മുഴുവനായി പ്രാപിച്ചോ? രക്ഷയുടെ പൂർത്തീകരണത്തിനല്ലേ കാത്തിരിക്കുന്നത്? പിന്നെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി പ്രാപിച്ചോ? തേജസ് നാം പ്രാപിച്ചോ? ഇൻകറപ്ഷൻ നമ്മൾ പ്രാപിച്ചോ? അക്ഷയത പ്രാപിച്ചോ? അവ പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം എന്തുവാ? ഇതെല്ലാം വാഗ്ദത്തങ്ങൾ. These are all promises. എബ്രായ ലേഖനത്തിലേക്ക് വന്ന് എന്റെ വാക്കുകൾ 1-2 വാക്യങ്ങളിൽ കൂടെ വായിച്ച് ഞാൻ ഇവിടെ നിർത്താം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായം നിർത്തി 39-40 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ച്. Hebrews chapter 11 verse 39 and 40. And these all, having obtained a good report of faith, received not the promise. Yes. God having provided some better thing for us, that they without us should not be made perfect. പഴയ നിയമ വിശുദ്ധന്മാരുടെ ചരിത്രമാണല്ലോ 11-ാം അധ്യായം. നിങ്ങൾ അബ്രഹാമിനെ നോക്കിക്കേ, യോസഫിനെ നോക്കിക്കേ, ഇയ്യോബിനെ നോക്കിക്കേ, അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരെ നോക്കിക്കേ. എത്ര വിശുദ്ധിയോടെ അവർ ജീവിച്ചു, എത്ര ഭക്തിയോടെ ജീവിച്ചു. എന്നിട്ടും അവർക്ക് എന്ത് കിട്ടിയില്ല? ഈ വാഗ്ദത്തങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. നമ്മൾ എത്ര ഭാഗ്യവാന്മാർ! എന്തിനാ അവർക്ക് വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം കൊടുത്തില്ല? അവിടെ വായിക്കുന്ന അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. ദൈവം പറഞ്ഞു, എക്സലന്റ്, നിന്നെ ഏൽപ്പിച്ചതുപോലെ നീ എങ്ങനെ ജീവിക്കണോ അതുപോലെ നീ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ ഒന്നും അവർക്ക് കൊടുത്തില്ല. കാരണം എന്നറിയാമോ? നമ്മെ കൂടാതെ അവർ രക്ഷാമൂർത്തി
പ്രാപിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുന്ന് പറഞ്ഞാൽ ദൈവം സഭ ഒരു മർമ്മമാണ്. നമ്മൾ പിന്നീട് അത് കാണും. ദൈവം ആ പഴയ നിയമ വിശുദ്ധന്മാരോട് പറഞ്ഞതെന്നറിയാമോ? ഇതിനേക്കാൾ വലിയ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തത്തിന് വേണ്ടി ഞാനൊരു ജനത്തെ ഒരുക്കുന്നുണ്ട്. അവർ പിന്നാലെ വരുന്നുണ്ട്. അവർ രക്ഷയുടെ പൂർത്തി പ്രാപിക്കുന്ന നാളുവരെ നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ പൂർത്തിക്ക് വേണ്ടിയും നിങ്ങളും കാത്തിരിക്കണം. സമയത്തിന് വളരെ മുമ്പോട്ട് പോയതുകൊണ്ട് ഒരു വാക്യങ്ങൾ വായിച്ചിട്ട് അവസാനിപ്പിക്കുക. സ്തോത്രം. നിങ്ങൾ ഒരു വാക്യം വായിക്കാം. അതിനോട് ചേർന്ന് കർത്താവിന്റെ മേശയോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിക്കാം. റെവലേഷൻസ് 21:17 ഒന്ന് വായിച്ച്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യം. 17 അല്ല 7. റെവലേഷൻ 21:7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും. ഇംഗ്ലീഷ് വായിച്ച്. The one who conquers will have this heritage, and I will be his God, and he will. Some version says, "Oh, they will inherit all the things." He that overcomes shall inherit all things. He that overcomes shall inherit all things. അപ്പോൾ ആർക്ക് വേണ്ടിയാ ഈ അവകാശം എല്ലാം പറഞ്ഞത്? നിത്യജീവൻ എന്ന അവകാശം, രക്ഷ എന്ന അവകാശം, ദൈവരാജ്യം എന്ന അവകാശം, തേജസ് എന്ന അവകാശം പറഞ്ഞില്ലേ? അനുഗ്രഹം എന്ന അവകാശം. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്? ജയിക്കുന്നവന് ഞാൻ നൽകും. പക്ഷേ കർത്താവിന്റെ മേശയോട് അടുത്ത് വരുന്നൊരു ചിന്തയോട് പറയട്ടെ. നമ്മുടെ ഇന്നത്തെ അപ്പന്മാരല്ല. ഇന്നത്തെ അപ്പന്മാർ വിൽപ്പത്രമൊക്കെ എഴുതിയിട്ടാണ് പോകുന്നല്ലേ? പഴയ കാലങ്ങളിൽ ഒരപ്പൻ എഴുതി വെച്ചാലും അവകാശം മക്കൾ കിട്ടുന്ന എപ്പോഴാ? അപ്പം അവകാശം കിട്ടണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മരണം ആവശ്യമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം കർത്താവിന്റെ മേശയോട് അടുത്ത് വരികയാണ്. 15 മുതൽ 15, 16, 17 വാക്യങ്ങൾ കൂടെ വായിച്ചാൽ. Hebrews chapter 9 verses 15 through 17. അത് നിമിത്തം ആദ്യ നിയമത്തിന്റെ ലംഘനത്തിന് പിന്നെ വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. കർത്താവിന്റെ മേശയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സ്തോത്രം. Hebrews chapter 9 verses 15 through 17. അവിടെ വായിക്കുന്നത് അത് നിമിത്തം അവൻ പുതിയ നിയമത്തിന്റെ അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായിട്ട് ഒരു മരണമുണ്ടായി. ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി ഒരു മരണമുണ്ടായി. ആ മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം ആർക്ക് കിട്ടി? വിളിക്കപ്പെട്ട ഹോപ്പ് ഓഫ് കോളിംഗ്. വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. വിളിക്കപ്പെട്ടവർക്ക് ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്, നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം ലഭിക്കേണ്ടതിന് അവന്റെ മരണം നടന്നു. അപ്പൊ ക്രൂശ് എന്തിനു വേണ്ടിയായിരുന്നു? കാൽവറിയിലെ ക്രൂശ് എന്തിനു വേണ്ടിയായിരുന്നു? എനിക്കും നിനക്കും നിത്യാവകാശം തരാൻ വേണ്ടി. നിത്യാവകാശം തരാൻ വേണ്ടി നിയമമുള്ളടുത്ത നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. ആ വാക്യങ്ങൾ വീട്ടിൽ ചെന്നൊന്നുകൂടെ ധ്യാനിച്ചു കൊള്ളുക. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. എന്തുകൊണ്ടാണ് അബ്രഹാം മുതലുള്ള, നോഹ മുതലുള്ള, പുറകിലോട്ടെടുത്ത ഹനോക്ക് മുതലുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം കൊടുത്തിട്ടും അവകാശം കൊടുക്കാതിരുന്നത്, രക്ഷാപൂർത്തി കൊടുക്കാതിരുന്നത്? വാഗ്ദത്തം ഓർക്കുണ്ടായിരുന്നു. അവരെ നോക്കിക്കൊണ്ട് പിതാവായ ദൈവം പറഞ്ഞു, വാഗ്ദത്തം കിട്ടണമെങ്കിൽ ഒരു മരണം ആവശ്യമാണ്. നമ്മെ നോക്കിക്കൊണ്ട് പറയുക, എന്റെ പുത്രന്റെ മരണത്താൽ നിങ്ങൾക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു. ഒരു മരണം, കാൽവറിയിലെ ക്രൂശ്. ദൈവം നൂറ്റാണ്ടുകളായി, കാലാകാലങ്ങളിലായി
പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നമുക്ക് ലഭിക്കുമെന്നും നമ്മുടെ അവകാശം സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ളതിന്റെ തെളിവാണ്. തലകൾ ഉണങ്ങാം.